തൻ്റെ ഭക്തയ്ക്ക് വേണ്ടി തുലാഭാരത്തട്ടുയർത്തിയ കണ്ണൻ്റെ കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇല്ലത്ത് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയായ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയൊക്കെ നോക്കാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരമ്മയും ഉണ്ടായിരുന്നു. ഒരു നാൾ ആ അമ്മ ദീനം വന്ന് മരണപ്പെട്ടുപോയി. ആ അമ്മയുടെ മകൾ ഭാമ ഒറ്റയ്ക്കായി. ആ അമ്മയുടെ മരണശേഷം ഭാമയെ മുത്തശ്ശി ഇല്ലത്ത് കൊണ്ടുവന്ന് നോക്കുവാൻ തുടങ്ങി. അവൾ അവിടെ വളർന്നു. മുത്തശ്ശിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവൾ നോക്കി സഹായിച്ചു. മുത്തശ്ശിക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. മുത്തശ്ശി എന്നും ഭഗവാന്റെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഒപ്പം ഭാമയ്ക്കും പറഞ്ഞു കൊടുക്കും. മുത്തശ്ശിയുടെ മുറിയിൽ ഉണ്ണിക്കണ്ണൻ വെണ്ണ കഴിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഭാമ മുത്തശ്ശിയോട് പറഞ്ഞു, എന്താ മുത്തശ്ശി ഈ ചിത്രം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം മുത്തശ്ശി മറുപടി പറഞ്ഞു, ആ ചിത്രം ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ വെണ്ണ കട്ടു തിന്നുന്നതാണെന്ന്. മുത്തശ്ശി പറഞ്ഞു, മോളെ ഈ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരിലുണ്ട്. ഭാമ ചോദിച്ചു, മുത്തശ്ശി എന്താ പറഞ്ഞത്? കണ്ണൻ ഗുരുവായൂരിലുണ്ടെന്നോ? എവിടെയാണ് ഗുരുവായൂർ? മുത്തശ്ശി പറഞ്ഞു, ഗുരുവായൂർ ഇവിടെ നിന്നും അകലെയാണെന്ന്. അന്നു മുതൽ ഭാമയ്ക്ക് കണ്ണനെ കാണാൻ മോഹം വർദ്ധിച്ചു. ഓരോ ദിവസവും കണ്ണൻ്റെ കഥകൾ കേട്ട് മോഹം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഗുരുവായൂർ പോകാനുള്ള മോഹം കൊണ്ട് അവൾ ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് ഇല്ലത്തുള്ള എല്ലാ കുട്ടികളും വളർന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഇല്ലത്തുള്ള മൂത്ത കുട്ടിയുടെ വേളി കഴിഞ്ഞു. അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെയും കൊണ്ട് അവർ ഗുരുവായൂരിലേക്ക് പോയി. പക്ഷേ മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് ഭാമയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. അവർ കുഞ്ഞിനെ കളഭം കൊണ്ട് തുലാഭാരമൊക്കെ നടത്തിയാണ് വന്നത്. തിരിച്ചു വന്നപ്പോൾ ഭാമയ്ക്ക് മുത്തശ്ശി കുറച്ച് കളഭം നൽകി. പിന്നീട് ഇല്ലത്തുള്ള ആൾക്കാർ ഭാമയെ വേളി കഴിപ്പിച്ചു. വലിയ സാമ്പത്തികമൊന്നുമില്ലാത്തൊരു കുടുംബമായിരുന്നു. പോകുമ്പോൾ മുത്തശ്ശിയെ കണ്ട് യാത്ര പറഞ്ഞു. ആ വെണ്ണക്കണ്ണൻ്റെ ചിത്രം നോക്കി ഭാമ പറഞ്ഞു, എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഞാൻ കളഭം കൊണ്ട് തുലാഭാരം നടത്തുമെന്ന്. നാളുകൾക്ക് ശേഷം ഭാമയ്ക്കൊരു ഉണ്ണി പിറന്നു. അവൾ ഭർത്താവിനോട് ചോദിച്ചു, നമുക്ക് കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂരിൽ മതിയെന്ന്. ഭാമ ആദ്യമായിട്ടല്ലേ ഒരാവശ്യം പറയുന്നത്, അതുകൊണ്ട് എതിരൊന്നും പറഞ്ഞില്ല. അവർ കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂരിലെത്തി. ആദ്യമായി ഗുരുവായൂരിലെത്തിയ ഭാമ കണ്ണനെ കണ്ണു നിറയെ കണ്ടു. ചോറൂണ് കഴിഞ്ഞ ശേഷം കുഞ്ഞിന് കളഭം കൊണ്ട് തുലാഭാരം നടത്തേണ്ട കാര്യം പറഞ്ഞു ഭർത്താവിനോട്. പക്ഷേ ഭർത്താവിൻ്റെ കയ്യിൽ പണം കുറവായിരുന്നു. എന്നാലും സമ്മതിച്ചു. അങ്ങനെ അവർ തുലാഭാര തട്ടിനടുത്തേക്ക് പോയി. കളഭം കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞു. എന്നാൽ ഉടനെ നടക്കില്ല, ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്ന് അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞു. എന്നാലും നേർന്ന കൊണ്ട് കാത്തിരിക്കാൻ പറഞ്ഞു. ഭർത്താവിന് വല്ലാത്ത ദേഷ്യം തോന്നി. കയ്യിൽ പണം കുറവായിരുന്നു. തുലാഭാരത്തിന് ഒരുപാട് പണം ആകുമെന്ന് ഭാമയ്ക്ക് അറിയില്ലായിരുന്നു. ഭാമയ്ക്ക് വല്ലാത്ത സങ്കടമായി. അങ്ങനെ ഒരു വൈകുന്നേരം നട തുറന്നു. എവിടുന്നൊക്കെയോ കളഭം കിട്ടി. ഭാമ കുട്ടിയെ തുലാഭാരത്തട്ടിൽ കിടത്തി. അപ്പോൾ അവളുടെ ചിന്ത ഒരുപാട് പണം ആകുമെന്നായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറിയ ഒരു ഉരുള കളഭം മറ്റേ തട്ടിൽ വെച്ചു. ഒരു തട്ടിൽ കുഞ്ഞിനെയും മറ്റേ തട്ടിൽ ഒരു ചെറിയ ഉരുള കളഭം വെച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ തുലാഭാരത്തട്ട് ഉയർന്ന് കൃത്യമായി നിൽക്കുന്നു. അവിടെ ചുറ്റും നിന്ന ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ചെറിയ ഒരു ഉരുള കളഭാണ് അവിടെ വെച്ചിട്ടുള്ളത്. മറ്റേ തട്ടിൽ കുഞ്ഞു. ഭാമ നിറ കണ്ണുകളുടെ ആ തുലാഭാരത്തട്ടിലേക്ക് നോക്കിയപ്പോൾ ഓടക്കുഴൽ പിടിച്ചുകൊണ്ട് വളയിട്ട ഒരു കുഞ്ഞിക്കൈ ആ തുലാഭാരത്തട്ട് പിടിച്ചിരിക്കുന്നു. ഒരു രൂപം കാണുന്നുണ്ട്, എന്നാൽ വ്യക്തമല്ല. ഭാമയ്ക്ക് സങ്കടം അടക്കാനാകാതെ അവിടെ ഇരുന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരിശുദ്ധമായ ഭക്തിയും നല്ല മനസ്സും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ച കാര്യം അത് ഏതായാലും ഭഗവാൻ അത് സാധിച്ചു തരും, ഉറപ്പാണ്.